ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. തെരഞ്ഞെടുപ്പ് യോഗങ്ങളും റാലികളുമായി പ്രമുഖ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാടെത്തും. പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി LDFും UDFും. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. പുരസ്കാരം രൗദ്രസാത്വികം എന്ന കൃതിക്ക്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ബുധനാഴ്ച വരെ മുന്നറിയിപ്പ്. ഐ-ലീഗ് ഫുട്ബോളിൽ ഇന്റർകാശി ഇന്ന് ഐസ്വാൾ FCയെ നേരിടും. 7 മണിക്കാണ് മത്സരം. വാർത്തകൾ വിശദമായി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയൽ നമ്പർ അടക്കം ലഭ്യമായ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ SBIയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ചയ്ക്കകം എല്ലാം വെളിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകാനും കോടതി ആവശ്യപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി 15-നാണ് സുപ്രീംകോടതി SBIയോട് ആവശ്യപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. കർണാടകയിലെ ശിവമോഗയിലും തെലങ്കാനയിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെയും ജനങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് ശ്രീ മോദി ശിവമോഗയിൽ പറഞ്ഞു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന റോഡ് ഷോയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണിത്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പ്രമുഖ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് യോഗങ്ങളും റാലികളുമായി സജീവമാണ്. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും പുരോഗമിക്കുകയാണ്. അതിനിടെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ K. സെൽവ പെരുന്തുകൈ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്ത ആഴ്ച വയനാട്ടിലെത്തും. 3 മുന്നണികളിലെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരൻ മട്ടന്നൂരിൽ പ്രചാരണത്തിനെത്തി. തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രചാരണം നടത്തി. ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ വാമനപുരം, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ കാഴ്ച പരിമിതർക്കായി വോട്ടിംഗ് മെഷീനുകളുടെ പരിചയപ്പെടുത്തൽ നടന്നു. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഭിന്നശേഷി സൌഹൃദമായിട്ടാണ് നടത്തുകയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ക്യൂവിൽ നിൽക്കാതെ വോട്ട് ചെയ്യാനുള്ള സൌകര്യം, റാമ്പ്, വോട്ടർ പട്ടിക പുതുക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളവർക്ക് പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നതിനായി വാഹന സൌകര്യം എന്നിവ ഒരുക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയുടെയോ തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെയോ അംഗീകാരമില്ലാതെ ആരും പ്രചാരണം നടത്താൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ കേസെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു. ആകെ 10,51,111 വോട്ടർമാരാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. കൊച്ചി സ്വിമ്മത്തോൺ അൾട്രാ നീന്തൽ മത്സരങ്ങൾ അടുത്ത മാസം 21-ന് പെരിയാറിൽ നടത്തും. രാജ്യത്തെ നദികളിലെ ഏറ്റവും വലിയ നീന്തൽ മത്സരമായ സ്വിമ്മത്തോണിൽ 700-ലധികം പേർ പങ്കെടുക്കും. എറണാകുളം DTPCയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ഡൽഹി ജൽ ബോർഡ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അയച്ച സമൻസിന് ഹാജരാകാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇന്ന് ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചിരുന്നത്. സമൻസ് നിയമവിരുദ്ധമാണെന്നും ED ഉപയോഗിച്ച് കേജ്രിവാളിനെ നിരന്തരം BJP സർക്കാർ ലക്ഷ്യമിടുകയാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേജ്രിവാളിനെതിരായ 2ാമത്തെ കേസാണിത്. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അയച്ച 8 സമൻസുകളിൽ അദ്ദേഹം ഹാജരായിരുന്നില്ല.
ഈ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്നൊരാൾക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഇതിനു മുൻപ് സംസ്ഥാനത്തു നിന്ന് സുഗതകുമാരിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഉന്നത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ ലഭിച്ച കവി പ്രഭാവർമ്മയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കേരളത്തിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലയാള സാഹിത്യത്തിന് ഇനിയുമേറെ സംഭാവനകൾ നൽകാൻ പ്രഭാവർമ്മയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നാദരത്ന പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ പത്തിയൂർ ശങ്കരൻകുട്ടിക്കും, കലാരത്ന പുരസ്കാരം തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർക്കുമാണ് ലഭിച്ചത്. ഗുരു കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണിക്കാണ് വാദ്യരത്ന പുരസ്കാരം. എഴുത്തുകാരൻ സക്കറിയയ്ക്ക് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ എം കെ സാനു അധ്യക്ഷനും സി രാധാകൃഷ്ണൻ, സാറാ ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. അത്യുത്തര കേരളത്തിന് ഇത് പൂരക്കാലമാണ്. വടക്കൻ കേരളത്തിലെ പൂരോത്സവത്തിന്റെ വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. മീനമാസത്തിലെ പൂരം നാളിലാണ് പൂരാഘോഷം. 7 ദിനം മുറ്റത്തും കിണറ്റിൻകരയിലും കാമദേവന്റെയും കന്നിദേവിയുടെയും ഗണപതിയുടെയും ശില്പങ്ങൾ ചാണകത്തിലും മണ്ണിലും മെഴുകിയെടുത്ത് ചമ്പകവും തെച്ചിയും മറ്റും ഈർക്കിലിൽ കോർത്ത് പൂവിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ നാളുകളിൽ. പെൺകുട്ടികളാണ് പൂരക്കുട്ടികളായി പൂക്കൾ ഇറുക്കുന്നതിനും മറ്റുമുണ്ടാവുക. വരുന്ന ശനിയാഴ്ചയാണ് പൂരം. അന്നേ ദിവസം 7 ദിവസവും പൂജിച്ചു വെച്ച ശില്പങ്ങൾ തൊടിയിലെ പ്ലാവിൻ ചുവട്ടിൽ കൊണ്ടുചെന്നാക്കുന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ചു പാട്ടുപാടിയാണ് ഈ ചടങ്ങ് നടത്തുക. പൂരക്കളിയും ഇതിന്റെ ഭാഗമായി നടക്കാറുണ്ട്. കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും ചിലയിടങ്ങളിൽ പൂരോത്സവം പ്രധാന ആഘോഷമാണ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വേനൽ കനക്കുന്ന സാഹചര്യത്തിൽ പൊതുയോഗങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ, മറ്റു പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുമ്പോൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ പ്രത്യേക ശ്രദ്ധ വേണം. നേരിട്ട് ശക്തമായ വെയിലേൽക്കാത്ത ഇടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും യോഗസ്ഥലത്ത് ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്റർകാശി ഇന്ന് ഐസ്വാൾ FC-യെ നേരിടും. രാത്രി 7 മണിക്ക് പശ്ചിമ ബംഗാളിലെ കല്യാണി മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബംബൈ ഓഹരി സൂചിക സെൻസെക്സ് 104 പോയിന്റ് നേട്ടത്തിൽ 72,748ലും, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് ഉയർന്ന് 22,055ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 23 രൂപ കുറഞ്ഞ 6,587 രൂപയും പവന് 52,696 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. തെരഞ്ഞെടുപ്പ് യോഗങ്ങളും റാലികളുമായി പ്രമുഖ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ പാലക്കാടെത്തും. പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി LDF-ഉം UDF-ഉം. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. പുരസ്കാരം രൗദ്ര സാത്വികം എന്ന കൃതിക്ക്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ബുധനാഴ്ച വരെ മുന്നറിയിപ്പ്. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്റർകാശി ഇന്ന് ഐസ്വാൾ FC-യെ നേരിടും. 7 മണിക്കാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.